കണ്ണൂരിൽ വമ്പൻ UDF ട്രെൻഡ്. ടി.ഒ. മോഹനൻ 3348 വോട്ടുകൾക്ക് ആദ്യത്തെ റൗണ്ടിൽ തകർപ്പൻ വിജയം. സംസ്ഥാനത്തെ ഒരു UDF-ന്റെ കൊടുങ്കാറ്റിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു ട്രെൻഡ് ഒന്ന് എന്നെ ഫൈവിൽ എടുക്കൂ പ്ലീസ്. ട്രെൻഡ് സാഹചര്യമാണ്. ഇത് തരംഗത്തിന്റെ സാഹചര്യമാണ്. കോൺഗ്രസിന്റെ നേതാവ് ആ ദൃശ്യങ്ങൾ നോക്കൂ. മാതൃഭൂമി ന്യൂസിലൂടെയാണ് വോട്ടെണ്ണലിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെയാണ് KC വേണുഗോപാൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. UDF ട്രെൻഡാണ്. വലിയ ഭൂരിപക്ഷത്തിലേക്ക് UDF KC ഇത് കണ്ടോട്ടെ. പക്ഷേ UDF ട്രെൻഡാണ്. KCയും പ്രതീക്ഷിക്കുന്ന ട്രെൻഡാണ്. UDF ട്രെൻഡ് സംസ്ഥാനത്തുണ്ട് കേട്ടോ. 9:15 സമയം. വരുന്ന വിവരങ്ങൾ ആ നിലയിലാണ്. ഒറ്റപ്പാലത്ത് ഷൊർണൂരൊക്കെ എന്താണ് ഈ സംഭവിക്കുന്നത്? പാലക്കാടൻ കോട്ട ഇളകുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ലേ? UDF-ന്റെ ട്രെൻഡിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് ആദ്യ ഫലസൂചന. ഇപ്പോഴും ആദ്യ ഫലസൂചന എന്നൊരു വാചകത്തിന്റെ കടം കൊണ്ട് അതുകൂടി വച്ചേ ഞാൻ പറയുള്ളൂ. പക്ഷേ എങ്കിലും ഇത് UDF ട്രെൻഡാണ്. നോക്കിക്കോളൂ. ഷൊർണൂരിലും ഒറ്റപ്പാലത്തും UDF ലീഡ് ചെയ്യുന്ന ട്രെൻഡ് ഒരു മാസീവ് UDF വിക്ടറിയുടെ ഒരു അതിന്റെ മുന്നോടിയാണെന്ന് നമുക്ക് കൃത്യമായും പറയാം. 80 കഴിഞ്ഞ് 81ലേക്ക് UDF-ന്റെ ടാലി എത്തുകയാണ്. 54ലേക്ക് കുറയുന്നു. ഈ 80ഉം കഴിഞ്ഞ് 90ഉം കഴിഞ്ഞ് 100ഉം കടക്കുമോ? സെഞ്ചുറി വടകരയിലെ ഒന്നാം റൗണ്ടിലെ കണക്ക് KK രമയ്ക്ക് 6049 ഉള്ളപ്പോൾ MK ഭാസ്കരൻ 3800 ഉള്ളൂ. ഇരട്ടി. പക്ഷേ നാദാപുരത്ത് വ്യത്യസ്തമായ ചിത്രം നമ്മൾ അഴിയൂർ പഞ്ചായത്തിൽ KK രമ വലിയ ഭൂരിപക്ഷം നേടുന്നതായുള്ള കാഴ്ച. പൂഞ്ഞാറിൽ UDF ആണ് ആദ്യ ലീഡ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, തൃത്താലയിൽ ഇതുവരെ ഒരു ഘട്ടത്തിൽ പോലും MP രാജേഷിന് മുന്നോട്ട് വരാൻ ആറന്മുളയിൽ 1332 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മന്ത്രി വീണ ജോർജ് അടക്കം 8 മന്ത്രിമാർ പിറകിലാണ്. ഒരു വലിയ UDF തരംഗത്തിന്റെ സാധ്യത. UDF 82ലേക്ക് ഉയരുകയാണ്. LDF വീണ്ടും കുറയുന്നു, 53ലേക്ക് കുറയുന്നു. ഇത് ട്രെൻഡാണ്. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമില്ല, ബലാബലമില്ല. ഇത് ട്രെൻഡാണ്. കൊല്ലത്തെ ഇരവിപുരം അടക്കമുള്ള മണ്ഡലങ്ങളിലും എനിക്ക് തോന്നുന്നു 2001 സമാനമായ ഒരു UDF ട്രെൻഡിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല. TP രാമകൃഷ്ണൻ പിന്നിൽ. മന്ത്രി R. ബിന്ദു ആദ്യത്തെ റൗണ്ടിൽ 1045 വോട്ടുകൾക്ക് പിന്നിൽ. മന്ത്രി വീണ ജോർജും മന്ത്രി R. ബിന്ദുവും രണ്ടുപേരും ഒന്നാം റൗണ്ടിൽ പിറകിലാണ്. ഒരു വലിയ UDF തരംഗത്തിന്റെ സാധ്യത കാണുന്നു. 1 മണിക്കൂർ 17 മിനിറ്റിലേക്ക് എത്തുമ്പോൾ 1 മണിക്കൂർ 15 മിനിറ്റാണ് ഞാൻ പറഞ്ഞത് UDF ട്രെൻഡ് ആണെന്ന്. UDF ട്രെൻഡിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. 100+ പോകുമോ എന്ന ചോദ്യം ഒക്കെ പ്രബലപ്പെടുന്ന തരത്തിൽ തന്നെയാണ് ഈ ട്രെൻഡ് നമ്മൾ കാണുന്നത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നിരയായി പിന്നിലാണ്. 1332 വോട്ടുകൾക്ക്. തത്സമയ ദൃശ്യങ്ങൾ KPCC ആസ്ഥാനത്ത് സന്തോഷം പങ്കിടുകയാണ്. പന്തൽ ഇന്നലെ ഉയർന്നതാണ്. ഇനി പടക്കം പൊട്ടിക്കാനുള്ള നേരമായോ എന്ന് മാത്രം നമുക്ക് നേതാക്കളെ കാണാം. ഷാഫി പറമ്പിൽ കേരളത്തിൽ ഉടനീളം ഒരു റോഡ് ഷോ, ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു ഷാഫി പറമ്പിൽ. അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ്, അങ്ങനെ നേതാക്കൾ എല്ലാവരും. സണ്ണി ജോസഫ് ചിരിക്കുന്ന KPCC അധ്യക്ഷൻ. പേരാവൂരിൽ നിലവിൽ സണ്ണി ജോസഫിന് തന്നെയാണ് ഇടത് കോട്ടയിലും ലീഡ്. വലിയ തോതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല LDF-നെ സംബന്ധിച്ച്. ഒരു വലിയ UDF തരംഗത്തിന്റെ സാധ്യതകൾ ചില മണ്ഡലങ്ങളിൽ കാണുന്നു. കൊല്ലത്തെ ഇരവിപുരത്ത് പോലും ഇപ്പോൾ LDF രമേശ് ചെന്നിത്തല ലീഡ് ഉയർത്തുന്നുണ്ട് കേട്ടോ. 1500. രമേശ് ചെന്നിത്തല പോലും ടൈറ്റ് ആണ് എന്ന പ്രചാരണം 1530 വോട്ടിലേക്ക് ലീഡ് പതിയെ ഉയരുന്നുണ്ട്. എല്ലായിടത്തും മന്ത്രിമാർ ഉൾപ്പെടെ പിന്നോട്ട് പോകുന്ന സ്ഥലത്തിൽ ഒരു UDF-ന്റെ ട്രെൻഡിന്റെ സ്വഭാവം പുറത്തേക്ക് വരികയാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെയുണ്ട്. KPCC ആസ്ഥാനത്തെ ആ ദൃശ്യങ്ങളിൽ തന്നെയുണ്ട് ആത്മവിശ്വാസം. എല്ലാവർക്കും ഷാഫി പറമ്പിൽ കൈകൊടുക്കുന്നു. KPCC അധ്യക്ഷൻ കൈകൊടുക്കുന്നു. ആത്മവിശ്വാസത്തിന്റേതായ അന്തരീക്ഷം UDF ക്യാമ്പിൽ വരികയാണ്. ഒരു UDF ട്രെൻഡ് ഉണ്ട് കേട്ടോ. ആ ട്രെൻഡ് ഉണ്ട്. മുഖ്യമന്ത്രിയും KN ബാലഗോപാലും മാത്രമേ ആദ്യഘട്ടം മുതൽ ഇതുവരെ ലീഡ് ചെയ്ത മന്ത്രിമാരുള്ളൂ. പിന്നെ CPI മന്ത്രിമാർ 82ലേക്ക്. അരുൺ ഗോപി ഒന്ന് കിടക്കണം. അരുൺ ഗോപി KPCC ആസ്ഥാനത്ത് അവിടെ ആഹ്ലാദം തുടങ്ങി. KPCC ആസ്ഥാനത്ത് ആഹ്ലാദം തുടങ്ങി. ഇത് വളരെ നേരത്തെയാണ്. 1-2 റൗണ്ടേ ആയിട്ടുള്ളേ. ഒന്നും ആയിട്ടില്ലേ. 9-19 ഉള്ളൂ. പക്ഷേ ആഹ്ലാദം തുടങ്ങി KPCC-യിൽ എന്ന് അരുൺ ഗോപി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ കാര്യങ്ങൾ എല്ലാം അനുകൂലമാണ് എന്ന വികാരം ഇന്ദിരാ ഭവനിലുണ്ട്. KPCC അധ്യക്ഷൻ ഉൾപ്പെടെ പുറത്തേക്ക് വന്ന് ആളുകൾ കൈകൊടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സ്. കഴക്കൂട്ടത്ത് ആദ്യ റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ LDF 379 വോട്ടുകൾക്ക് മുമ്പിൽ.
379 വോട്ടുകൾക്ക് ഒന്നാം റൗണ്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് ലീഡ് ചെയ്യുന്നു. തൃശൂരിൽ 3 റൗണ്ട് പൂർത്തിയായപ്പോൾ രാജൻ പല്ലൻ 2230 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. വാമനപുരത്ത് ആദ്യ റൗണ്ട് എണ്ണി കഴിയുമ്പോൾ UDF 503 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഗുരുവായൂരിൽ NK അക്ബർ 998 വോട്ട് ലീഡ് ചെയ്യുന്നു. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 2538 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മലപ്പുഴയിൽ കൗതുകരമായ VS-ന്റെ സുരേഷ് മത്സരിക്കുന്നിടത്ത് അവിടെ UDF 2ാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. നേരത്തെ BJP ആയിരുന്നു 2ാം സ്ഥാനത്ത്. BJP വിജയിപ്പിക്കുമോ എന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ 1ാം സ്ഥാനത്ത് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ലീഡ് ചെയ്യുന്ന മലമ്പുഴയിൽ LDF ആണ്. 2012 വോട്ടുകളുടെ ലീഡാണ് LDF-ന് മലമ്പുഴയിലുള്ളത്. പക്ഷേ BJP 3ാം സ്ഥാനത്തെ പിന്തള്ളപ്പെട്ടിരിക്കുന്നു. അവിടെ UDF ആണ് 2ാം സ്ഥാനത്തുള്ളത് എന്നാണ്. പയ്യന്നൂരിൽ വലിയ ലീഡിലേക്ക് ഇപ്പോൾ എത്തേണ്ടതാണ്. അവിടെ 2408 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ ആദ്യ റൗണ്ടിലുള്ളത്. അത് പക്ഷേ വലിയ ലീഡിലേക്ക് തന്നെ പതിവുപോലെ LDF-ന് പോയേക്കാം. LDF